ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ 10 മണി അല്ലെങ്കിൽ പോർട്ടുലക്ക എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് അതിനകത്ത് ഓറഞ്ച് സിംഗിൾ ഷെയ്ഡാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. നമ്മൾ വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നതെന്ന് അറിയില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള വലിപ്പത്തിലുള്ള നല്ലൊരു ചെടിയാണ്. ഇത് സിംഗിൾ കളറാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നല്ല രീതിയിൽ നല്ല ഹെവി സൈസിൽ തന്നെ നിൽപ്പുണ്ട്. ജംബോ ഒന്നുമല്ല, സാധാരണ നോർമൽ സാധനം തന്നെയാണ്. പക്ഷേ നമ്മുടെ വളപ്രയോഗം കാരണം അത് ജംബോ സൈസ് പോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെവി സൈസായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതൊരു ടയറിയട്ടിയാണ്. ടയറിയട്ടിക്കകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ 10 മണി നടന്ന സമയത്ത് മണ്ണ് എപ്പോഴും ഇളക്കമുള്ള മണ്ണിൽ നടാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഒത്തിരി താഴോട്ടൊന്നും വേരൊന്നും പോകാറില്ല. ഏറ്റവും ടോപ്പ് ലെയറിലാണ് ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി മണ്ണൊന്നും വേണ്ട. പക്ഷേങ്കിൽ ഇളക്കമുള്ള അത് നട്ടിരിക്കുന്ന സ്ഥലം എപ്പോഴും ഇളക്കമുള്ള മണ്ണുള്ള രീതിയിൽ നടാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫ്ലവറും അല്ലെങ്കിൽ ചെടി നല്ല രീതിയിലുള്ള ഗ്രോത്തും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമുക്ക് ജൈവവളം എന്താണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അത് അടിവളമായിട്ട് കൊടുത്തുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഉറയ്ക്കാത്ത രീതിയിൽ നമുക്ക് അവയെ നടാൻ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ തണ്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. മഴക്കാലത്ത് ഇവ ഏറ്റവും നല്ല രീതിയിൽ ഹട്ട് പ്രൂൺ ചെയ്ത് കൊളുത്തു കഴിഞ്ഞാൽ മഴക്കാലം ഇത് സർവൈവ് ചെയ്ത് പൊക്കോളും. ഇല്ല എന്നൊരിൽ മൊട്ടൊക്കെ ആയിട്ട് നിൽക്കുവാണെന്നൊരിൽ മഴക്കാലത്ത് ഇവ അളിഞ്ഞു പോകാനുള്ള ടെൻഡൻസിയിലേക്ക് എത്തും. അത് മാത്രമാണ് മഴക്കാലത്തെ സംരക്ഷണം എന്ന് പറയുന്നത്. ഇത് ധാരാളം നമ്മുടെ തേനീച്ചകൾ ഇതിൽ ചുറ്റും പറന്ന് നടപ്പുണ്ട്. അപ്പോൾ ഇവയൊക്കെ പരാഗണം ചെയ്ത് പല മിക്സഡ് കളറുകളുണ്ടെങ്കിൽ പല കളറുകൾ ചെടികൾ നമുക്കുണ്ടെങ്കിൽ അവയെല്ലാം ചേർത്ത് മിക്സഡ് ഒക്കെ ഉണ്ടാക്കി തരും. അത്തരം കമ്പുകൾ നമുക്ക് ഫ്ലവർ അനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം 1, 2, 3, 4 ഫ്ലവറുകൾ വരുന്നതും സെയിം പാറ്റേൺ ആണെങ്കിൽ നമുക്കതൊരു മറ്റൊരു പ്ലാന്റായിട്ട് പേരൻറ് സ്റ്റോക്കായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ സാധ്യമാകുന്നതാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ 10 മണി അല്ലെങ്കിൽ പോർട്ടുലക്ക സെൻട്രലിലെ വെറൈറ്റികൾ നടന്ന സമയത്ത് അല്ലെങ്കിൽ പരിപാലിക്കുന്ന സമയത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാന കാര്യം എന്ന് പറയുന്നത്.